ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ഫെബ്രുവരി 21 ശനി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15 അധ്യായം 11 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. സുഹൃത്തെ, ധൂർത്തപുത്രന്റെ ഉപമയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഒരു പുത്രൻ, നഷ്ടപ്പെട്ടു പോയ ഒരു പുത്രൻ, ആ മകന്റെ ജീവിതത്തെ രണ്ട് ഭാവങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിലുള്ള അവന്റെ ജീവിതം, വീടിന് പുറത്തുള്ള അവന്റെ ജീവിതം. വീട്ടിലുള്ള അവന്റെ ജീവിതം എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങളുടെ നടുവിലാണ്, ബന്ധങ്ങളുടെ നടുവിലാണ്. പക്ഷെ അവൻ ഇതിന്റെ വില അല്ലെങ്കിൽ മൂല്യം തിരിച്ചറിയുന്നില്ല. പുറത്തുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ധൂർത്തനായി തീർന്ന ഒരു ജീവിതമാണ്. അത് നഷ്ടങ്ങളുടെ ജീവിതമാണ്. അത് ബന്ധങ്ങൾ ഇല്ലാത്ത അറ്റുപോയ ജീവിതമാണ്. സൗഭാഗ്യത്തിന്റെയും ബന്ധങ്ങളുടെയും നടുവിലായിരുന്നിട്ട് അതിനെ മനസ്സിലാക്കുവാനായിട്ട്, അതിന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട്, കുടുംബത്തിന് നന്ദി പറയുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. നഷ്ടങ്ങളുടെ, അതുപോലെ തന്നെ ബന്ധങ്ങൾ അറ്റുപോയ നിമിഷങ്ങളിൽ ജീവിതത്തെ വീണ്ടെടുക്കുവാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. സുഹൃത്തെ, നിന്റെ ജീവിതം ഇതിന് നടുവിലാ. നീ സൗഭാഗ്യങ്ങളുടെ നടുവിലുമാകാം, അതുപോലെ അറ്റുപോയ ബന്ധങ്ങളുടെയും സൗഭാഗ്യമില്ലാത്ത അവസ്ഥകളുടെയും നടുവിലുമാകാം. സൗഭാഗ്യങ്ങളുടെ നടുവില് അതിന് മൂല്യം കണ്ടെത്തുവാന് നിനക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കുറവുകളുടെ തികവില് മറഞ്ഞിരിക്കുന്ന നിറവിനെ കണ്ടെത്തുവാനായിട്ടും നിനക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ നോമ്പില് നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന് ചേർന്ന രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കാം. ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ടാകും, ജീവിതത്തിൽ കുറവുകളുണ്ടാകും. ഒരു സൗഭാഗ്യവും നിന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് സൗഭാഗ്യമല്ല. ഒരു കുറവുകളും നിന്നെ അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന നിറവുകൾ കാണിക്കുന്നില്ലെങ്കിൽ അതിനെ ദൈവം തരുന്ന കുറവായിട്ട് നിനക്ക് കാണാൻ സാധിക്കത്തില്ല. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടകാലമായിട്ടേ നിനക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നേ ഉള്ളൂ, കുറവാണെങ്കിലും നിറവാണെങ്കിലും നീ നിന്റെ ദൈവത്തിൻ്റെതാണ്. നിന്റെ ദൈവം നിന്നിൽ വസിക്കുന്നു. അവനില് നിന്റെ ഹൃദയം ചേർന്നിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കാണ്. ഹൃദയം എപ്പോഴും നിന്നോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.